Welcome to Finis Technos. Industries Extension Officer 2019 ക്വസ്റ്റ്യനില് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2019 ക്വസ്റ്റ്യനില് സെമി കണ്ടക്ടർ ഫിസിക്സിൽ തന്നെ ഡയോഡ്സ് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നായിരുന്നു. 2 ക്വസ്റ്റ്യൻ സെനർ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അന്നേരം ആ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ബേസിക് ഐഡിയ, ഡയോഡ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഒരു സെനർ ഡയോഡ് എന്താണ്, സെനർ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതിനെ ബേസ് ചെയ്ത് എന്താണ് ബേസിക് ഐഡിയ ഉള്ള ഏതൊരു സ്റ്റുഡന്റിനും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഒരു പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് കേസിൽ അവിടെ എന്തായിരിക്കും നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ. ഹോൾസ് പി എൻ ജംഗ്ഷനില് എന്താണ്, പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മോസ്റ്റ് ഓഫ് ദ ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. ആ 2 ചാർജ് കാരിയേഴ്സും ജംഗ്ഷൻ അക്രോസ് പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് എവേ ഫ്രം ദ ജംഗ്ഷൻ. ഹോൾസും ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നു? ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ ജംഗ്ഷൻ ക്രോസ് ചെയ്യാണ്ട് ജംഗ്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എവേ ആയിട്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പി എൻ ജംഗ്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഓപ്ഷൻ സി, മൂവ്മെന്റ് ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സീസ്ഡ്. മൂവ്മെന്റ് ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് നോ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. രണ്ടും എന്താണ്? സ്റ്റേഷനറി ആണെന്നാണ് ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, വിഡ്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഡിക്രീസസ്. ഒരു പി എൻ ജംഗ്ഷൻ ജോയിൻ ചെയ്യുന്ന ഏരിയയില്, ജംഗ്ഷനിൽ എന്ത് ഫോം ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഡിപ്ലീഷൻ റീജിയൻ കൺസിസ്റ്റ് ഓഫ് എന്തായിരിക്കും? ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. ആ ഡിപ്ലീഷൻ റീജിയൻ ഒരു കറസ്പോണ്ടിങ് വിഡ്ത് കാണും. ആ വിഡ്ത് എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യണം. റിവേഴ്സ് കൊടുക്കുമ്പോൾ വിഡ്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഡിക്രീസ് ചെയ്യുന്നതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. 4 ഓപ്ഷൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഒരു പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിൽ എന്താണ് നടക്കുന്നതെന്ന് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു സ്റ്റുഡന്റിന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഓരോ ഓപ്ഷൻസിലും എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഒരു പി എൻ ജംഗ്ഷന്റെ റിവേഴ്സ് ബയാസുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിന്റെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഡയോഡിൽ ഒരു ഡി സി വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡി സി വോൾട്ടേജ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡി സി വോൾട്ടേജിന്റെ നെഗറ്റീവ് ടെർമിനൽ എന്താണ്? ഡയോഡിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഡി സി വോൾട്ടേജിന്റെ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡയോഡിന്റെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലാണ്. ഈ ടൈപ്പ് ഓഫ് ബയാസിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ബയാസിങ്. ബയാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് ഡിവൈസിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുക്കുന്ന പ്രോസസ് ആണ് എന്ത്? ബയാസിങ്. അന്നേരം ഇങ്ങനെ കൊടുക്കുമ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണുള്ളത്? മെജോറിറ്റി ഇലക്ട്രോൺസ് ആണുള്ളത്. ഇത് ഇലക്ട്രോൺസ് ആണുള്ളത്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം കൂളോം ഫോഴ്സ് അനുസരിച്ച് ഓപ്പോസിറ്റ് ഫോഴ്സസ് വന്നാൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദെയർഫോർ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺസിനെ ബാറ്ററിയുടെ പോസിറ്റീവ് എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദെയർഫോർ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? ഫ്രം ദ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ടുവേർഡ്സ് ദ റൈറ്റ് ആയിരിക്കും. സിമിലർലി പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ, ഡയോഡിന്റെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മോസ്റ്റ് ഓഫ് ദ ചാർജ് കാരിയർ ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. ദെയർഫോർ
ഹോൾസ് പോസിറ്റീവ് ചാർജ് കേരീസ് ആണ്. ആ പോസിറ്റീവ് ചാർജ് കേരീസിനെ അട്രാക്ട് ചെയ്യും? ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സിന്റെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദെർഫോർ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇൻ എഫക്റ്റ് ആയിട്ട് ജംഗ്ഷൻ അക്രോസ് എന്തായിരിക്കും? ചാർജ് കേരീസിന്റെ മൂവ്മെന്റ് ഇല്ല. അന്നേരം ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാല് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ, അതെന്തായിരിക്കും? റോങ് ആയിരിക്കും. കാരണം എന്താണ്? ഒരു റിവേഴ്സ് ബയാസ് കൊടുക്കുമ്പം അവിടുത്തെ ചാർജ് കേരീസ് മൂവ് ചെയ്യുന്നത് ജംഗ്ഷനിൽ നിന്ന് എന്തായിരിക്കും? എവേ ആയിരിക്കും. അന്നേരം ഓപ്ഷൻ ബി നോക്കുമ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി നോക്കിയാൽ എന്താണ്? മൂവ്മെന്റ് ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സീസ്ഡ് ആണ്. വെൻ ദർ ഇസ് എൻ അപ്ലൈഡ് വോൾട്ടേജ്, അവിടെ ഒരു അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ചാർജ് കേരീസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. അവിടെ അപ്ലൈഡ് വോൾട്ടേജ് ഇല്ലെങ്കിൽ പോലും ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എടുത്താല് അവിടെ എന്തുണ്ട്? ചാർജ് കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് ഉണ്ട്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തായിരിക്കും? ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ദെർഫോർ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ദർ ഇസ് എ ചാർജ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചാർജ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ അഗെയിൻ ചാർജ് കേരീസിന്റെ മൂവ്മെന്റ് ഉണ്ട്. ദെർഫോർ ഒരിക്കലും ചാർജ് കേരീസ് എന്താകില്ല? സീസ് ആവത്തില്ല. അന്നേരം ഓപ്ഷൻ സി റോങ് ആണ്. ദെർഫോർ ഓപ്ഷൻ സി എന്തായിരിക്കും? റോങ് ആയിരിക്കും. കാരണം എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ് ഇല്ലെങ്കിൽ ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് എന്താണ്? ഡിഫ്യൂഷൻ, അവിടെ ഒരു ചാർജ് കേരീസിന്റെ മൂവ്മെന്റ് കാണും. അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വഴി അവിടെ എന്ത് നടക്കും? കരിയേഴ്സിന്റെ ചാർജ് കരിയേഴ്സിന്റെ മൂവ്മെന്റ് നടക്കും. ദെർഫോർ ഓപ്ഷൻ സി എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഇനി ഓപ്ഷൻ ഡി നോക്കിയാല് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഡിക്രീസസ് എന്നാണ്. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഡബ്ല്യു ആണെങ്കിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുടെ ജോയിൻ ചെയ്യുന്ന പോർഷൻ എന്ത് കാണും? ഒരു ഡിപ്ലീഷൻ റീജിയൻ കാണും. അതിനൊരു പർട്ടിക്കുലർ വിഡ്ത്ത് കാണും. ആ വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്ലൈഡ് വോൾട്ടേജിനെയും അതുപോലെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെ ആയിരിക്കും. ഒരു ഡയോഡിന്റെ അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെയും അതുപോലെ അപ്ലൈഡ് വോൾട്ടേജിനെ ആയിരിക്കും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയന്റെ ഇക്വേഷൻ ഇതാണ്: സ്ക്വയർ റൂട്ട് ഓഫ് 2 എപ്സിലോൺ. എപ്സിലോൺ ഇസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ പർട്ടിക്കുലർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇൻറ്റു വി. വി ഇസ് ദ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് വി ഈക്വൽ ടു അതിന്റെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ വിത്തൗട്ട് അപ്ലൈയിങ് എനി വോൾട്ടേജ് എന്താണോ ഡിപ്ലീഷൻ റീജിയന്റെ പൊട്ടൻഷ്യൽ, അതാണ് എന്ത്? കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. അന്നേരം കോണ്ടാക്ട് പൊട്ടൻഷ്യൽ പ്ലസ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ കോൺസെൻട്രേഷൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത്. ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് വെച്ചിട്ടായിരിക്കും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നോക്ക്, ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? 2 എപ്സിലോൺ V0 പ്ലസ് VR ആണ് വന്നിരിക്കുന്നത്. അന്നേരം അപ്ലൈഡ് വോൾട്ടേജ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ V0 പ്ലസ് VR ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജില് അവിടെ വിക്ക് പകരം എന്തായിരിക്കും? V0 മൈനസ് ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ് ആയിരിക്കും. ദെയർഫോർ ഓർത്തിരിക്കുക, അപ്ലൈഡ് വോൾട്ടേജ് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആണെങ്കിൽ അവിടെ W പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. അപ്ലൈഡ് വോൾട്ടേജ് V0 പ്ലസ് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആയിരിക്കും. എന്താണ്? അവിടെ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ. ദെയർഫോർ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ബയാസ്ഡ് കേസില് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കും? ഇൻക്രീസസ് ആയിരിക്കും. ദെയർഫോർ ഓപ്ഷൻ ഡി എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഓപ്ഷൻ ഡി എന്താണ്? ഇൻക്രീസസ് ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? അപ്ലൈഡ് വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആകുമ്പോഴാണ്. ദെയർഫോർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് എവേ ഫ്രം ദ ജംഗ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സെനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഹാസ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണെന്ന്? ഹൈ ആണെന്ന്. ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ള ഒരു സെനർ ഡയോഡിന്റെ പി ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ബോത്ത് പി ആൻഡ് എൻ റീജിയൻസ് ആർ ലൈറ്റ്ലി ഡോപ്ഡ്. ഓപ്ഷൻ ബി, ബോത്ത് പി ആൻഡ് എൻ റീജിയൻസ് ആർ heavily doped. Option C,
എയ്തർ പി ഓർ എൻ റീജിയൻസ് ആർ ലൈറ്റ്ലി ഡോപ്ഡ്. ഓപ്ഷൻ സി ഡി എന്താണ്? നൺ ഓഫ് ദ എബോ. എന്നാൽ ഇവിടെ ബേസ്ഡ് ഓൺ എന്താണ്? ഡോപ്പിംഗ് ഓഫ് സെനർ ഡയോഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെനർ ഡയോഡ് എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ബയാസില് അല്ലെങ്കിൽ ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് കറണ്ട് അല്ലെങ്കിൽ ലോഡിൽ നിന്ന് ലോഡ് ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എന്താണെങ്കിലും ഔട്ട്പുട്ടിന് അക്രോസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്താണ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? സെനർ ഡയോഡ്. അല്ലെങ്കിൽ സെനർ ഡയോഡിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴും അവിടെ ആയിരിക്കും? റിവേഴ്സ് ബയസിലായിരിക്കും. കാരണം ഫോർവേഡ് ബയസിൽ സെനർ ഡയോഡ് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. റിവേഴ്സ് ബയസിൽ അത് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. എത്ര കറണ്ട് ലോഡിൽ നിന്ന് ഡ്രോൺ ചെയ്താലും അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കറണ്ട് ഡ്രോൺ ഫ്രോം ദ സപ്ലൈ ഓൾവേസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ സെനർ ഡയോഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ബേസ്ഡ് ഓൺ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വേരി ചെയ്യിക്കാൻ പറ്റും. ദെർഫോർ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മേക്ക് ചെയ്യാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിവൈസ് ആണെന്ത്? സെനർ ഡയോഡ്. ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ആണെന്ത്? സെനർ ഡയോഡ്. സെനർ ഡയോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെക്കാളും നമ്പർ ഓഫ് ഡോപ്പൻസ് പെർ ക്യൂബിക് വോളിയം അതെന്തായിരിക്കും? വെരി വെരി ലാർജ് ആയിരിക്കും. ദെർഫോർ ഹെവിലി ഡോപ്ഡ് പി ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വെച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെന്ത്? സെനർ ഡയോഡ്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള പ്രത്യേകത എന്താണ്? സെനർ ഡയോഡ് വിത്ത് ഹയർ ബ്രേക്ക് ഡൗൺ. ഇവിടെ സെനർ ഡയോഡിന്റെ പർട്ടിക്കുലർ സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഹയർ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സെനർ ഡയോഡ് എടുത്താൽ അവിടെ 2 ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഉണ്ട്. സെനർ ഡയോഡിലുള്ള 2 ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണ്. സെനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസവും അതുപോലെ അവലാൻഷ് ബ്രേക്ക് ഡൗൺ മെക്കാനിസവും. ഓക്കെ, ഈ 2 ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കും. ഒരു ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഹൈലി ഡോപ്ഡ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിന്റെ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വെരി ലാർജ് ആണെങ്കിൽ അത് സ്മോൾ വോൾട്ടേജിൽ തന്നെ എന്ത് നടക്കും? ബ്രേക്ക് ഡൗൺ നടക്കും. ആ ബ്രേക്ക് ഡൗൺ എന്തായിരിക്കും? സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. ഓർത്തിരിക്കുക, ഹൈലി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഡയോഡിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തായിരിക്കും? സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. ഓക്കെ, തിരിച്ച് ഇനി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ്ലി ഡോപ്ഡ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തായിരിക്കും? അവലാൻഷ് ബ്രേക്ക് ഡൗൺ ആയിരിക്കും. നോർമലി 5 വോൾട്ടേജിനേക്കാളും താഴെ 5 വോൾട്ടേജിനേക്കാളും താഴെയാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തായിരിക്കും? സെനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 5 വോൾട്ട് ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തായിരിക്കും? അവലാൻഷ് ബ്രേക്ക് ഡൗൺ ആയിരിക്കും. നോർമലി അവലാൻഷ് ബ്രേക്ക് ഡൗൺ ഫിസിക്കൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അത് ഇറിവേഴ്സിബിൾ അല്ല. തിരിച്ച് സെനർ ബ്രേക്ക് ഡൗൺ എന്താണ്? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ആ ബ്രേക്ക് ഡൗൺ നടന്ന ഡിവൈസിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കും. NA ഓർ ND ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരണമെങ്കിൽ ബോത്ത് പി ആൻഡ് എൻ റീജിയൻസ് ആർ എന്തായിരിക്കണം? ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കണം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരു പൊതുവായിട്ടുള്ള ഒരു പോയിന്റ് ഓർത്തിരിക്കുക. നോർമലി അവലാൻഷ് ഡയോഡിലാണ്. അവലാൻഷ് ഡയോഡ് സെനർ ബ്രേക്ക് ഡൗണിൽ തന്നെ അല്ലെങ്കിൽ ഒരു സെനർ ഡയോഡ് തന്നെ എടുത്താല് ബേസ്ഡ് ഓൺ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അവിടെ നടക്കുന്ന 2 ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് ആണ് ഏതൊക്കെ? സെനർ ബ്രേക്ക് ഡൗണും അതുപോലെ അവലാൻഷ് ബ്രേക്ക് ഡൗണും. നോർമലി അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോഴായിരിക്കും ലാർജ് ഡിപ്പെൻഡൻസി ഓഫ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വരുന്നത്. എന്ന് പറഞ്ഞാല് അവലാൻഷ് ബ്രേക്ക് ഡൗണിൽ ഹൈലി എന്തായിരിക്കും? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഇനി സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് എപ്പോഴും എന്തായിരിക്കും?
വെരി ലാർജ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കുമ്പോഴായിരിക്കും. ദെർഫോർ ഒരു സെനർ ഡയോഡിനെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 5 വോൾട്ട് ഓർ 5 വോൾട്ടിനേക്കാളും താഴെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസസിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സെമി കണ്ടക്ടറിനെ പി ആൻഡ് എൻ റീജിയൻസിന് എന്ത് ചെയ്യണം? വെരി ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൊടുക്കണം. ഓക്കെ, അതൊരു ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സെനർ ഡയോഡ് ദ കറന്റ് ഈസ് കൺട്രോൾഡ് ബൈ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 4 ഓപ്ഷൻസ് വളരെ ട്രിക്കിയാണ്. ഫസ്റ്റ് ഓപ്ഷൻ പൊട്ടൻഷ്യൽ ബാരിയർ, സെക്കൻഡ് ഓപ്ഷൻ റിവേഴ്സ് ബയാസ് വോൾട്ടേജ്, ഓപ്ഷൻ സി എക്സ്റ്റേണൽ സർക്യൂട്ട്സ്, ഓപ്ഷൻ ഡി സെനർ ഡയോഡ് റെസിസ്റ്റൻസ്. നമുക്കറിയാം സെനർ ഡയോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. നോർമൽ എന്താണ് റെക്ടിഫയർ ഡയോഡിനേക്കാളും എന്താണ് ഹെവിലി ഡോപ്ഡ് ഡയോഡാണെന്ത്? ഒരു സെനർ ഡയോഡ്. ഒരു സെനർ ഡയോഡ് എടുത്താൽ അതിന്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്താൽ ഫോർവേഡ് ബയാസിൽ ആ സെനർ ഡയോഡ് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഒരു കട്ടിൻ വോൾട്ടേജ് വരെ അതിന്റെ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ആഫ്റ്റർ ദ കട്ടിൻ വോൾട്ടേജ് കറണ്ട് എന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി റിവേഴ്സ് ബയാസില് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്നവരെ അതിന്റെ കറണ്ട് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ കറണ്ട് എന്തായിരിക്കും? അതിന്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും. ആഫ്റ്റർ ദ പർട്ടിക്കുലർ വോൾട്ടേജ്, ആ പർട്ടിക്കുലർ വോൾട്ടേജ് എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ദ സെനർ ഡയോഡ് ആയിരിക്കും. അതിനെ VBZ അല്ലെങ്കിൽ VZ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ആ സെനർ ഡയോഡ് എന്ത് നടക്കും? കറണ്ട് എന്താണ്? വെരി അബ്രപ്റ്റ്ലി എന്താണ്? വെരി ലാർജ് വാല്യൂലോട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് എന്താണ്? ഇമ്പാക്ട് അയോണൈസേഷൻ. ഇമ്പാക്ട് അയോണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അതൊരു ക്യുമുലേറ്റീവ് ആക്ഷൻ ആണ്. അവിടെ ലാർജ് നമ്പർ ഓഫ് ചാർജ് കരീസ് ഫോം ചെയ്യും. ദെർഫോർ കറണ്ട് അബ്രപ്റ്റ്ലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അത്തരം ഫോർവേഡ് ബയസില് ബേസ്ഡ് ഓൺ എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ ആ സെനർ ഡയോഡിനെ ആ സർക്യൂട്ടിൽ എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് ആ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യുന്നത്? അതിന്റെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ എന്താണ് ബ്രേക്ക് ഡൗൺ, റിവേഴ്സ് ബയാസില് ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ അതിന്റെ കറണ്ട് എന്താണ്? അബ്രപ്റ്റ്ലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു സർക്യൂട്ട് എടുത്താൽ, ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് എടുത്താൽ അതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ കറണ്ട് കൺട്രോളിങ് കേപ്പബിലിറ്റി ആയിരിക്കും. അന്നേരം റിവേഴ്സ് ബയാസില് ഡയോഡിന്, സെനർ ഡയോഡിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് വാല്യൂല് എത്ര വോൾട്ടേജ് ആണോ ഡ്രോപ്പ് ചെയ്യുന്നത് ആ ഡ്രോപ്പ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെനർ ഡയോഡിന്റെ കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ദെർഫോർ റിവേഴ്സ് ബയാസില് ആ സെനർ ഡയോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആയിരിക്കും സെനർ ഡയോഡിന്റെ കറണ്ടിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അന്നേരം ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ബാരിയർ, സെനർ ഡയോഡിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ എന്തും ആയിക്കോട്ടെ, അത് ഫോർവേഡ് ബയസിൽ ആ അപ്ലൈഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ എന്താണ് പൊട്ടൻഷ്യൽ ബാരിയർ ആകുമ്പം ഓട്ടോമാറ്റിക്കലി കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ദെർഫോർ പൊട്ടൻഷ്യൽ ബാരിയർ മാത്രമല്ല സെനർ ഡയോഡിന്റെ കറണ്ട് കൺട്രോളിംഗ് ഫാക്ടർ. ഓപ്ഷൻ സി എന്താണ്? റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ്. ഒരു സെനർ ഡയോഡിന് അക്രോസ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൊടുത്താൽ അപ് ടു എ പർട്ടിക്കുലർ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആകുന്നവരെ അതിന്റെ കറണ്ട് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, ദെർഫോർ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജിന് അതിന്റെ കറണ്ട് കൺട്രോളിങ്ങില് അല്ലെങ്കിൽ അതിന്റെ കറണ്ടിന് ഒരു കൺട്രോളും ഇല്ല. കാരണം എന്താണ്? റിവേഴ്സ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്നവരെ കറണ്ട് അപ്രോക്സിമേറ്റ്ലി എന്താണ്? 0 ആണ്, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് ആണ്. ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കറണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അബ്രപ്റ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നു. അവിടുത്തെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. ദെർഫോർ റിവേഴ്സ് വോൾട്ടേജ് ഒരിക്കലും ഒരു ഡയോഡിന്റെ കറണ്ടിനെ എന്ത് ചെയ്യുന്നില്ല? കൺട്രോൾ ചെയ്യുന്നില്ല. മിക്കവാറും സ്റ്റുഡൻസ് ഓപ്ഷൻ ബി ആണ് സെലക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി എൻറ്റയർലി എന്താണ്? റോങ് ആണ്. ഓപ്ഷൻ സി നോക്കിയാൽ എക്സ്റ്റേണൽ സർക്യൂട്ട്, ഓപ്ഷൻ ഡി നോക്കിയാൽ സെനർ ഡയോഡ് റെസിസ്റ്റൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ സെനർ ഡയോഡിന്റെ അക്രോസ് ഉള്ള കറണ്ട് എന്താണ്? വെരി ലാർജ്, അല്ലെങ്കിൽ അബ്രപ്റ്റ്ലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ കറണ്ടിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ സെനർ ഡയോഡിന് അക്രോസ് എന്ത് വേണം? ഒരു സീരീസ് റെസിസ്റ്റൻസ് വേണം. ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് ആയിരിക്കും ആ കറണ്ടിനെ എന്ത് ചെയ്യുന്നത്? സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് പറയാം റിവേഴ്സ് ബയാസില് ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? സെനർ ഡയോഡ് റെസിസ്റ്റൻസ് ആയിരിക്കും.
പക്ഷെ ഫോർവേഡ് ബയസിലെ അപ്ലൈഡ് ഫോർവേഡ് ബയസ്ഡ് വോൾട്ടേജ് ആയിരിക്കും ഡയോഡിന്റെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് പറയാം ഫോർവേഡ് ബയസിൽ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഡയോഡിന് അക്രോസ് ഉള്ള ഫോർവേഡ് ബയസ്ഡ് വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് സെനർ ഡയോഡിന്റെ കറണ്ടിനെ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത്. ദെർഫോർ ഓപ്ഷൻ ഡി പ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല. ദെർഫോർ സെനർ ഡയോഡ് റെസിസ്റ്റൻസ് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് അത് രണ്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത് സെനർ ഡയോഡിന്റെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് നമുക്ക് കളക്റ്റീവ് ആയിട്ട് എന്ത് പറയാം എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയാം. ദെർഫോർ ഓപ്ഷൻ സി ആയിരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു എക്സാമ്പിൾ ഓഫ് ഡയോഡ് സർക്യൂട്ട് വരച്ചാൽ ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ സർക്യൂട്ട് വരച്ചാൽ നമുക്കറിയാം ഒരു ഇൻപുട്ട് വോൾട്ടേജ് കാണും, ഒരു സീരീസ് റെസിസ്റ്റൻസ് കാണും, അപ്ലൈഡ് ലോഡ് റെസിസ്റ്റർ വേരിയബിൾ ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ലോഡ് വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിന് പാരലൽ ആയിട്ട് ഒരു സെനർ ഡയോഡിനെ കണക്ട് ചെയ്യും. ആ സെനർ ഡയോഡ് എന്തായിരിക്കും റിവേഴ്സ് ബയാസ് ആയിരിക്കും. ദെർഫോർ ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ ഈ സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും. ദെർഫോർ ആ ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ട് ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ ആരായിരിക്കും സ്റ്റെബിലൈസ് ചെയ്യുന്നത് അതിന്റെ സീരീസ് റെസിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ബോത്ത് ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ് ആൻഡ് സീരീസ് റെസിസ്റ്റൻസ് ആയിരിക്കും കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്.